ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഇറ്റാലിയൻ കപ്പലായ എൻറിക്ക ലെക്സി ഉപാധികളോടെ വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതി. മരണമടഞ്ഞവരുടെ ബന്ധുക്കളുമായി ഇറ്റാലിയൻ സർക്കാർ ഉണ്ടാക്കിയ കരാറിന് പാഴ്ക്കടലാസിന്റെ വില പോലുമില്ലെന്നും സുപ്രീം കോടതി. കുമ്പളങ്ങി കണ്ടത്തിപ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് പൊങ്കാലയർപ്പിക്കാൻ ആയിരങ്ങളെത്തി. കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തി. ഇടക്കൊച്ചി സ്വദേശി VT ആന്റണി നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന നടന്നത്. വാർത്തകൾ വിശദമായി. ഇറ്റാലിയൻ കപ്പലായ എൻറിക്ക ലെക്സി ഉപാധികളോടെ വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതി ഉത്തരവായി. 3 കോടി രൂപ കെട്ടിവയ്ക്കണമെന്നും കപ്പലിലുള്ള 4 നാവികരെ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണമെന്നുമാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ച ഉപാധി. മരണമടഞ്ഞവരുടെ ബന്ധുക്കളുമായി ഇറ്റാലിയൻ സർക്കാർ ഉണ്ടാക്കിയ കരാറിന് പാഴ്ക്കടലാസിന്റെ വില പോലുമില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. കൊച്ചി തീരത്ത് വെച്ച് 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു വന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചി കടലിൽ പോലീസ് കസ്റ്റഡിയിലുള്ള എൻറിക്ക ലെക്സി എന്ന കപ്പൽ വിട്ടുകൊടുക്കാൻ ഉപാധികളോടെ സുപ്രീം കോടതി ഉത്തരവിട്ടു. കോടതിയിൽ 3 കോടി രൂപ കെട്ടിവെക്കണമെന്നും കോടതിയോ മറ്റ് അന്വേഷണ ഏജൻസികളോ ആവശ്യപ്പെടുന്ന സമയത്ത് കപ്പലിലുള്ള 4 നാവികരെ ഹാജരാക്കണമെന്നുമാണ് കോടതി മുന്നോട്ട് വെച്ച ഉപാധി. ഈ കേസിൽ ഉൾപ്പെട്ട 2 പേർ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ്. മറ്റ് 4 പേരാണ് കപ്പലിലുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്ക് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് കോടതി നിരീക്ഷിച്ചു. കപ്പൽ വിട്ടുകൊടുക്കുന്നത് ക്രിമിനൽ നടപടിക്രമങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ആയിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ഇറ്റാലിയൻ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കരാറിന് പാഴ്ക്കടലാസിന്റെ വില പോലുമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ക്രിമിനൽ കേസിൽ ഈ കരാറിന് വിലയുണ്ടാവില്ല എന്നും കോടതി വ്യക്തമാക്കി. ഇതിനിടെ ഇറ്റാലിയൻ സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ പുതുക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടിന്റെ ഉടമ ഫ്രെഡി ഹൈക്കോടതിയെ സമീപിച്ചു. ഒത്തുതീർപ്പ് വ്യവസ്ഥയിലെ നിയമവിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫ്രെഡി കോടതിയെ സമീപിച്ചത്. കരാർ സംബന്ധിച്ച് സുപ്രീം കോടതി നടത്തിയ പരാമർശത്തിന്റെ പേരിലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ഫ്രെഡിയുടെ അഭിഭാഷകൻ മനോജ് പറഞ്ഞു. കുമ്പളങ്ങി കണ്ടത്തിപ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് പൊങ്കാലയർപ്പിക്കാൻ ആയിരങ്ങളെത്തി. കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പൊങ്കാലയർപ്പിക്കുന്ന ക്ഷേത്രമാണ് കണ്ടത്തിപ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രം. പൊങ്കാല അടുപ്പിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ പ്രദീപ് ദീപം പകർന്നു. നാടിന്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ദേവി സന്നിധിയിൽ പൊങ്കാല അർപ്പിക്കുന്നത്. കണ്ടത്തിപ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കാൻ ആയിരങ്ങളെത്തി. ക്ഷേത്ര മൈതാനിയിലും തൊട്ടടുത്തുള്ള ഇടറോഡുകളിലും പൊങ്കാല അടുപ്പുകൾ നിരന്നു. കുമ്പളങ്ങി പാലം മുതൽ ഭജനമഠം വരെ റോഡരികിലും പൊങ്കാല അടുപ്പുകൾ ഉയർന്നിരുന്നു. ക്ഷേത്രം തന്ത്രി ശ്രീകോവിലിൽ നിന്നും പകർന്നു കൊണ്ടുവന്ന ദീപം പണ്ടാര അടുപ്പിലേക്ക് പകർന്നു. അവിടെ നിന്നും ചെറിയ പന്തത്തിലേക്ക് ഏറ്റുവാങ്ങിയ ദീപം ദേവസ്വം പ്രസിഡന്റും തന്ത്രിയും ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകി. തുടർന്ന് പൊങ്കാല അടുപ്പിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ പ്രദീപ് ദീപം പകർന്നു. വാർഡ് മെമ്പർ സൂസൻ ജോസഫും പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നു. ശർക്കര, അരി, പഴം, നാളികേരം, നെയ്യ് എന്നിവ ചേർത്താണ് പൊങ്കാല പാകം ചെയ്യുന്നത്. എല്ലാ അടുപ്പുകളിലും പൊങ്കാല തയ്യാറായതിനു ശേഷം ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് പൊങ്കാലകളിൽ തീർത്ഥം തളിച്ചതോടെയാണ് ചടങ്ങിന് പരിസമാപ്തിയായത്. കുമ്പളങ്ങി നിവാസികളും കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഭക്ത വനിതകളും വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് പൊങ്കാലയിടാൻ ക്ഷേത്രസന്നിധിയിലെത്തിയത്. മുണ്ടംവേലി ചിറക്കൽ റോഡിന് സമീപമുള്ള മാലിന്യ നിക്ഷേപത്തിനെതിരെ പ്രതിഷേധവുമായി റെസിഡൻസ് അസോസിയേഷൻ രംഗത്തെത്തി. മുണ്ടംവേലി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷനാണ് കൂട്ടനടത്തം സംഘടിപ്പിച്ച് പ്രതിഷേധിച്ചത്. ചിറക്കൽ പ്രദേശത്തു നിന്നും മുണ്ടംവേലിയിലേക്ക് പോകുന്ന റോഡ് സൈഡിൽ നടക്കുന്ന മാലിന്യ നിക്ഷേപം മൂലമുള്ള ദുർഗന്ധം അസഹ്യമായതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി റെസിഡൻസ് അസോസിയേഷൻ രംഗത്ത് വന്നത്. ദിവസവും നൂറുകണക്കിന് ആളുകൾ പ്രഭാത സവാരിക്കിറങ്ങുന്ന മനോഹരമായ സ്ഥലത്ത് നടത്തുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ നടന്ന പ്രതിഷേധ കൂട്ടനടത്തത്തിൽ പ്രഭാത സവാരിക്കാരും പങ്കാളികളായി. ചിറക്കൽ പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച കൂട്ടനടത്തം GCDA ചെയർമാൻ N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ആസൂത്രണം ചെയ്തിട്ടുണ്ട് എങ്കിലും നടപ്പിലാക്കാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ഇന്നിവിടെ ഒരു കാര്യം പറയുന്നു. ഇന്നിവിടെ നടക്കാൻ വന്നവർ മുഴുവൻ സ്വൈരമായും സുഗമമായും മാന്യമായും നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു നല്ല നടപ്പാതയും ബ്യൂട്ടിഫിക്കേഷനും നടത്തുന്നതിന് GCDA അടിയന്തരമായിട്ട് പദ്ധതി ഉണ്ടാക്കി ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ അത് നടപ്പിലാക്കുന്നതിന് തീരുമാനമെടുക്കും. അത് ഈ നടത്തത്തിന് വരുമ്പോൾ ഞാൻ കാണുന്ന കൊച്ചി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R ത്യാഗരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമ്പി ജേക്കബ് അധ്യക്ഷനായി. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി CJ തോമസ്, കലിസ്റ്റ പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കൂട്ടനടത്തം മുണ്ടംവേലി പള്ളിക്ക് സമീപം സമാപിച്ചു. കൊച്ചി തീരവികസന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഫോർട്ടുകൊച്ചി വെളിമന്ദിരം പള്ളി ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. +2 പ്രവേശനത്തിനുള്ള ഏകജാല സംവിധാനത്തെക്കുറിച്ചാണ് ക്ലാസ്. ഈ മാസം 8-ാം തീയതി വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ
8089370100 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു. ഈരവേലി ഓട്ടോ ബ്രദേഴ്സ് 3ാം വാർഷികം ആഘോഷിച്ചു. വാർഷിക സമ്മേളനം മുസ്ലിം ലീഗ് കൊച്ചി മണ്ഡലം പ്രസിഡന്റ് NK നാസർ ഉദ്ഘാടനം ചെയ്തു. മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ ചേർന്ന ഈരവേലി ഓട്ടോ ബ്രദേഴ്സിന്റെ 3ാം വാർഷിക സമ്മേളനം NK നാസർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോൾ തന്നെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അത് കൂട്ടായി നിന്ന് ആലോചിച്ച് തങ്ങളുടേതായ പരിഹാരം കണ്ടെത്തുന്നതിന് പ്രയോജനപ്രദമായ ഒന്നാണ്. ഇത്തരം കൂട്ടായ്മകളെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ അത് അവരുടെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുക എന്നുള്ളതല്ല. ഓട്ടോ റിക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തിലെ എല്ലാവർക്കും ഓട്ടോറിക്ഷ യാത്ര എന്നുള്ള രീതിയിൽ ഉപകരിക്കുമ്പോൾ അവരുടെ യാത്രക്കാരോട് വളരെ മാന്യമായ ഒരു പെരുമാറ്റവും സമീപനവും ഉണ്ടാക്കുവാൻ ഇത്തരം കൂട്ടായ്മകൾ, അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ. ഉദ്ഘാടന സമ്മേളനത്തിൽ VH ഷിഹാബുദ്ദീൻ അധ്യക്ഷനായി. കൗൺസിലർ KM റഹീം, മുൻ കൗൺസിലർ CU അനസ്, CJ രാജൻ, റഫീഖ് സലീം എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം ചലച്ചിത്ര പിന്നണി ഗായകൻ അഫ്സലും സംഘവും ഗാനമേള അവതരിപ്പിച്ചു. വില്ലിംഗ്ടൺ ഐലൻഡ് ശ്രീ അയ്യപ്പ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീമദ് ഭാഗവത ഗീതാ വിജ്ഞാനയജ്ഞം സംഘടിപ്പിച്ചു. പ്രശസ്ത പണ്ഡിതൻ ഡോക്ടർ N ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കർമ്മയോഗത്തെക്കുറിച്ചാണ് ഡോക്ടർ N ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തിയത്. ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഡയറക്ടറായ ഗോപാലകൃഷ്ണൻ സംസാരിച്ചത്. കുരുക്ഷേത്രയില് മഹാഭാരത യുദ്ധം നടന്ന സമയത്ത് ഈ 18 അധ്യായങ്ങളുള്ള 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത വിവരിച്ചു കൊടുത്തു. ഏത് ജാതിയിലോ മതത്തിലോ ഇസത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ പെട്ടവർക്കും ഭഗവത്ഗീത ജീവിതത്തിൽ പകർത്താവുന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം കൊച്ചിൻ പോർട്ട് കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ ഹോളി ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഉപദേശക സമിതി പ്രസിഡന്റ് KG നാഥ്, കൊച്ചിൻ പോർട്ട് ഡെപ്യൂട്ടി ചെയർമാൻ കൃഷ്ണകുമാർ, MG അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തി. ഇടക്കൊച്ചി സ്വദേശി VT ആന്റണി നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന നടന്നത്. ഇടക്കൊച്ചി പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയിലെ ചില ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന് അനധികൃത വാട്ടർ കണക്ഷൻ നൽകിയിട്ടുണ്ടെന്നും ഈ പ്രദേശത്ത് വാട്ടർ കണക്ഷൻ എടുത്തിട്ടുള്ളവർക്കും പൊതു ടാപ്പിനെ ആശ്രയിച്ച് കഴിയുന്നവർക്കും ശുദ്ധജലം ലഭിക്കുന്നില്ലെന്നുമാണ് VT ആന്റണി നൽകിയ പരാതിയിൽ പറയുന്നത്. വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയാകാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിക്കും ജലസേചന മന്ത്രിക്കും പരാതി നൽകിയതെന്ന് VT ആന്റണി പറഞ്ഞു. 4 മാസമായിട്ട് ആ പ്രദേശത്ത് വെള്ളം വരുന്നില്ല. വെള്ളം വരാതെ വന്നപ്പോൾ ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ മേലുദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഒരു മാസ് പെറ്റീഷൻ കൊണ്ടുവന്ന് കൊടുത്തു. മാസ് പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മൊബൈൽ നമ്പറിലോ എൻ്റെ പ്രദേശത്ത് വന്ന് അന്വേഷിക്കുകയോ ഒന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഞാൻ ടാക്സ് അടക്കുന്ന വ്യക്തിയാണ്, ഒരു പൗരനാണ്. എൻ്റെ മൗലികമായ അവകാശമാണ് എനിക്ക് വെള്ളം കിട്ടുക എന്നാണ്. അത് ഇവർ നിഷേധിക്കുകയും ഇവർക്ക് കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട്. ആ ശരിയല്ല ഇവരുടെ നടപടിക്രമമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ നേരിട്ട് ഇവരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ ജോലി തടസ്സപ്പെടുത്താനാണോ വന്നതെന്ന് 10 വർഷമായിട്ട് സീറ്റിലിരിക്കുന്ന ഇവിടുത്തെ പുരുഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. തിരുവനന്തപുരത്ത് നിന്നും എത്തിയ വാട്ടർ അതോറിറ്റി വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് കരുവേൽപ്പടിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പരിശോധന നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇറ്റാലിയൻ കപ്പലായ എൻട്രിക്ക ലെക്സി ഉപാധികളോടെ വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതി. മരണമടഞ്ഞവരുടെ ബന്ധുക്കളുമായി ഇറ്റാലിയൻ സർക്കാർ ഉണ്ടാക്കിയ കരാറിന് പാഴ്ക്കടലാസിന്റെ വില പോലുമില്ലെന്നും സുപ്രീം കോടതി. കുമ്പളങ്ങി കണ്ടത്തിപ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് പൊങ്കാലയർപ്പിക്കാൻ ആയിരങ്ങളെത്തി. കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തി. ഇടക്കൊച്ചി സ്വദേശി VT ആന്റണി നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന നടന്നത്. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.